റോഷിപാലിലേക്ക് പോകാം. നമുക്ക് അടുത്തതായി റോഷിപാൽ, പ്രതിപക്ഷം രാജി ആവശ്യം ശക്തമാക്കുമ്പോൾ ഇപ്പോൾ LDF കൺവീനർ തിരിച്ചങ്ങോട്ടൊരു അമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ ആദ്യം രാജിവെപ്പിക്കൂ, M വിൻസെന്റിനെയും എൽദോസ് കുന്നപ്പിള്ളിയെയും രാജിവെപ്പിച്ചിട്ട് നിങ്ങൾ മുകേഷിന്റെ രാജി ചോദിക്കൂ എന്ന മറുചോദ്യവും മറുവാദവും അങ്ങോട്ടേക്ക് പ്രതിരോധത്തിന്റെ ഭാഗമായി LDF കൺവീനർ തൊടുത്തുവിട്ടിട്ടുണ്ട്. രാജി ആവശ്യവുമായി ഇന്നലത്തെ അതേ ആർജവത്തോടെ ഇന്നിറങ്ങാൻ കഴിയുമോ ഇനി പ്രതിപക്ഷത്തിന്? സുജയ, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രധാനപ്പെട്ട എൽദോസ് കുന്നേപ്പള്ളി, അതിനു മുമ്പ് N വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ വന്ന ലൈംഗികാരോപണ കേസുകൾ, ലൈംഗിക പരാതികൾ, അതിൽ അവർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ രാജി ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ CPM നേതൃത്വം ചൂണ്ടിക്കാട്ടുമ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാണ് UDF ഈ കാര്യത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ന് സംസ്ഥാന വ്യാപകമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം കോൺഗ്രസ് നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. 2-ാം തീയതി UDFിൻ്റെയും സമരം തുടങ്ങുകയാണ്. മന്ത്രി സജി ചെറിയാൻ്റെ അടക്കം രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെക്കാൻ ഇടപെട്ടു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ മുകേഷിൻ്റെ രാജി കൂടെ ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് എത്തും. ഞാൻ സെക്രട്ടേറിയറ്റ് പരിസരത്താണ്. ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാക്കൾ നടത്തുകയാണ്. അതിന് പിന്നാലെ ഇവിടെ എത്തി പ്രതികരിക്കും. ഏതായാലും പ്രധാനമായും UDFിലെ മറ്റ് നേതാക്കളൊക്കെ, ഘടകകക്ഷി നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലയിലെ നേതാക്കളൊക്കെ രാജി പ്രതിപക്ഷ നേതാവ് പറയുന്ന വാദങ്ങളിൽ നമ്മൾ തീർച്ചയായും തിരിച്ചു ചോദിക്കേണ്ട കാര്യം, ഇങ്ങനെയൊരു ക്ലോസ് ആണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ M മുകേഷ് മാധ്യമങ്ങളെ കാണുമ്പോഴും എനിക്ക് മുൻപ് ആരോപണ വിധേയരായവരോട് MLA സ്ഥാനം രാജിവെക്കാൻ അവരുടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ശക്തമായി തന്നെ അവർക്ക് ഉന്നയിക്കാൻ കഴിയും. അങ്ങനെയൊരു സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അക്കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്താണ് റോഷിപാൽ? സുജയ, ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്തുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ മുകേഷിൻ്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിന്ന് അവർ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ സമരം തുടങ്ങി. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പ്രതിപക്ഷ നേതാവ് മുകേഷിൻ്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. മുകേഷിനെ ഈ അക്കാദമിയുടെ ഈ സിനിമാ ആശയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ നിന്നും മാറ്റണം എന്ന ആവശ്യമല്ലാതെ ഈ ജനപ്രതിനിധി എന്ന നിലയിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഇനി അടുത്ത സമയം, ഇനിയിപ്പോൾ ഏതായാലും അധികം സമയം എടുക്കില്ല പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിന്. ആ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്നത് നമുക്ക് ഉറ്റുനോക്കാം. പക്ഷേ CPM ഇതിനോടകം തന്നെ പ്രതിരോധം തീർത്തു കഴിഞ്ഞു. നേരത്തെ വിൻസെന്റും എൽദോസ് കുന്നേപ്പള്ളിയും രാജിവെച്ചിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്തപ്പോഴും അവർ രാജിവെച്ചിട്ടില്ല എന്ന വാദം അത് പ്രതിരോധമായി തന്നെ CPM നേതൃത്വം ഉയർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായും ആശയക്കുഴപ്പമുണ്ടാകും. എങ്ങനെയാണ് ഇപ്പോൾ മുകേഷ് രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുക എന്ന കാര്യത്തിൽ വ്യക്തതയിൽ. ഏതായാലും പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ മുകേഷിനെതിരെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം കൂടി, അതുകൂടി മനസ്സിലാക്കിയുള്ള ഒരു പ്രതികരണമാകും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന വ്യാപകമായി ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് മന്ത്രിയുടെ അടക്കം രാജി ആവശ്യപ്പെടുന്നുണ്ട്. മുകേഷിനെതിരെ KB ഗണേഷ് കുമാറിനെതിരെ ഉൾപ്പെടെ അന്വേഷണവും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് മുകേഷിനെതിരെയുള്ള കേസും. ആ കാര്യത്തിൽ പ്രതിപക്ഷം എന്താണ് ഉയർത്തുന്നത്, മുകേഷിന് രാജി ആവശ്യപ്പെടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.